അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കലിമത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ, പവിത്രതകൾ നിറഞ്ഞ ആ രണ്ട് കലിമത്തുകൾ പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുവോ? ഉറക്കനെ പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുവോ? പാതിരാ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്നും പറഞ്ഞില്ല എന്ന് ആവലാതി പറയുന്ന പെങ്ങളെ, ഹബീബാകുന്ന നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. രണ്ട് കലിമത്തുകളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാ. രണ്ട് കലിമത്തുകളുണ്ട് സ്വഹാബ, രണ്ട് കലിമത്തുകളുണ്ട് സ്വഹാബ. ഏതാ രണ്ട് കലിമത്തുകൾ എന്നറിയുമോ? ഖഫീഫതാനി അലൽ ലിസാൻ, അത് രണ്ടും നാവിൽ വളരെ ലഘുവാ, വളരെ ഈസിയായി ചൊല്ലാൻ പറ്റുന്ന, വളരെ ലഘുവായി ചൊല്ലാൻ പറ്റുന്ന കട്ടിയില്ലാത്ത രണ്ട് കലിമത്തുകളുണ്ട്. ثقيلتان في الميزان, അത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, അത് വളരെ കനമുള്ളതായിരിക്കും. മുടിയേക്കാളും നേരിയതായ, ഇരുട്ട രാത്രിയേക്കാളും ഇരുണ്ടതായ, വാളിനേക്കാളും മൂർച്ചയുള്ളതായ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിൽ അത് കനമുള്ള ദിക്റാ, കനമുള്ള കലിമത്താ. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ രാജാതിരാജനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട കലിമത്തുകളാ. വളരെ നിസ്സാരമുള്ള, നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന, പക്ഷേ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വളരെ കനമുള്ളതായ, ഹബീബായ റഹ്മാനായ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ആ കലിമത്ത് ഏതെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ കലിമത്ത് ആരാണോ ചൊല്ലുന്നത് അവനക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അത് വളരെ ഭാരമുള്ളതായിരിക്കും. മാത്രവുമല്ല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് റഹ്മാനായ റബ്ബിനിക്ക് അത് വളരെ ഇഷ്ടമുള്ളതായിരിക്കും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചൊല്ലാൻ സാധിക്കണം. ചൊല്ലൂലേ? അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ, പവിത്രതകൾ നിറഞ്ഞ രണ്ട് കലിമത്തുകളാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.